കടലാക്രമണ ഭീതിയിൽ പൊന്നാനിയിലെ കടലോരവാസികൾ. കടൽഭിത്തി നിർമ്മാണം പാതി വഴിയിലായതോടെ കടലാക്രമണം കനത്ത നാശം വിതക്കും. ഓരോ കടലാക്രമണ സമയത്തും കടൽഭിത്തി നിർമ്മിക്കുമെന്ന അധികൃതരുടെ പാഴ്വാക്ക് വിശ്വസിച്ച കടലോരവാസികൾക്ക് ഈ കടലാക്രമണത്തിലും സ്വസ്ഥതയോടെ വീടുകളിൽ കിടന്നുറങ്ങാനാവില്ല. പൊന്നാനി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള തീരദേശ മേഖലയിൽ പുതുതായി നിർമ്മിച്ചത് 1100 മീറ്റർ കടൽഭിത്തി മാത്രമാണ്. കടൽഭിത്തി നിർമ്മിക്കാൻ പുതിയ ബജറ്റിൽ വകയിരുത്തിയത് വെറും 3 കോടി രൂപ മാത്രം. പൊന്നാനി മണ്ഡലത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ 3 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചെങ്കിലും ഇത് അപര്യാപ്തമാണെന്നാണ് ആക്ഷേപം. ഇപ്പോൾ വേലിയേറ്റ സമയങ്ങളിൽ കടൽ കരയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. കടലാക്രമണ ബാധിത പ്രദേശമായ പൊന്നാനി മുറിഞ്ഞഴി ഭാഗത്തേക്ക് MLA തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയും പ്രദേശവാസികൾക്കിടയിലുണ്ട്. പൊന്നാനി വെളിയങ്കോട് പെരുമ്പടപ്പ് പരിധിയിലെ 11 കിലോമീറ്ററിലധികം പരിധിയിൽ വെറും 1100 മീറ്റർ ഭാഗമാണ് നേരത്തെ 10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചത്. ഇതിൽ പൊന്നാനി നഗരസഭാ പരിധിയിൽ മരക്കടവ് മുതൽ അലിയാർപള്ളി വരെയുള്ള 600 മീറ്റർ ഭാഗം, വെളിയങ്കോട് തണ്ണിത്തുറയിൽ 235 മീറ്റർ, പാലപ്പെട്ടിയിൽ 250 മീറ്റർ എന്നിവയാണ് ഉൾപ്പെട്ടത്. നിർമ്മാണം പൂർത്തീകരിച്ച ഇടങ്ങളിൽ തന്നെ ചെറിയ കല്ലുകളിട്ടതിനാൽ ഇത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല. കടലാക്രമണം രൂക്ഷമായി ബാധിക്കുന്ന MES കോളേജിന് പിൻവശം ഹിലർപ്പള്ളി പരിസരം, മുറിഞ്ഞഴി, മൈലാഞ്ചിക്കാട് ഭാഗങ്ങളിൽ കടൽഭിത്തിക്കായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. നേരത്തെ ഉണ്ടായിരുന്ന കടലാക്രമണങ്ങളിൽ ഈ ഭാഗത്തെ കല്ലെല്ലാം മണ്ണിനടിയിലാണ്. ഇതിനാൽ വീണ്ടും ഒരു കടലാക്രമണം ഉണ്ടായാൽ വലിയ നാശനഷ്ടമാകും സംഭവിക്കുക. അതേസമയം താലൂക്കിൽ പൂർണ്ണമായും ടെട്രോപാഡ് സംവിധാനത്തിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നതിന് ചെല്ലാനത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ പൊന്നാനി താലൂക്കിൽ തീരദേശ മേഖലയിൽ നേരത്തെ പഠനം നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ മാത്രമുള്ള കടൽഭിത്തി നിർമ്മാണം കടലാക്രമണ സമയത്ത് കൂടുതൽ ദുരിതം വിതയ്ക്കും.